ജയം രവിയുടെ അഭിനയത്തിൽ റിലീസായ ബ്രദർ മൂവിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. സിനിമയുടെ തുടക്കത്തിൽ നടനായ കാർത്തിക്കിനെ കാണിക്കുന്നു. പിന്നെ കാർത്തിക് ജീവിച്ച് വളർന്ന ഫ്ലാറ്റും അച്ഛനെയും അമ്മയെയും കാണിക്കുന്നു. കാർത്തിക്കിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 5ാം ക്ലാസ്സിലെ കാര്യങ്ങൾ മുതൽ നമ്മൾ കേൾക്കണം. കുട്ടിയായിരുന്നപ്പോൾ കാർത്തിക്കിനോട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കണമെന്ന്. എങ്കിൽ മാത്രമേ നമ്മൾ നല്ല മനുഷ്യരായി വളരൂ എന്ന്. അന്ന് മുതൽ തുടങ്ങിയതാണ് കാർത്തിക്കിൻ്റെ ചോദ്യം ചോദിക്കൽ. എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. പിന്നെ എന്തിനാ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് കാർത്തിക് ടീച്ചർമാരോട് ചോദിക്കുമായിരുന്നു. കാർത്തിക്കിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ട് അച്ഛൻ അവൻ വളർന്നപ്പോൾ ഒരു ലോ കോളേജിൽ കൊണ്ട് ചേർത്തു. കാർത്തിക് ലോയെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ എക്സാം നടത്തുന്നത്. മുന്നിലിരുന്ന ഒരു പയ്യൻ ബെഞ്ചിൽ കിടക്കുന്നത് കണ്ടു. എക്സാം നടത്തിക്കൊണ്ടിരുന്ന ടീച്ചർ ആ പയ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എക്സാം എങ്ങനെയും ഒന്ന് എഴുത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പണി കിട്ടുന്നത്. ഈ എക്സാം ഒന്ന് എഴുതി പാസ്സാക്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഞാൻ എക്സാം എഴുതുന്നില്ല, അച്ഛനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്ന്. പക്ഷേ ആ ടീച്ചറിന് പേടിയായി. കാരണം അവൻ്റെ അച്ഛൻ ലോ മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് ആ സാർ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ എക്സാം എഴുതാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാർത്തിക് മൊബൈൽ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത് കണ്ട സാർ പേടിച്ച് ചോദിച്ചു, നീ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ കാർത്തിക് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ശിക്ഷ വാങ്ങിച്ചു തരുമെന്ന്. കാർത്തിക്കിൻ്റെ ഈ പ്രവൃത്തി കണ്ട് കോളേജിൽ നിന്ന് ഒരു പണിഷ്മെൻറ്റ് കിട്ടി. അങ്ങനെ കാർത്തിക്കിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ കാർത്തിക്കിൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു, നീ ഒരു ദിവസം നോക്ക്, ഇവൻ നമ്മളെ നടു റോഡിൽ കൊണ്ട് നിർത്തുമെന്ന്. ഇത് കേട്ട അമ്മ ചോദിച്ചു, നമ്മൾ എന്തിനാ നടു റോഡിൽ നിൽക്കുന്നത്, നമുക്ക് അതിന് സ്വന്തം വീടുണ്ടല്ലോ. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒരു നടു റോഡിൽ തന്നെ നിൽക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം കാർത്തിക് ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്ലാറ്റിലുള്ള എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സും ഒരു നോട്ടീസും കൊണ്ട് കാർത്തികിനെ നോക്കി വന്നത്. അസോസിയേഷൻകാർ കാർത്തിക്കിനോട് ചോദിച്ചു, നീയല്ലേ മുനിസിപ്പാലിറ്റിയിൽ ഈ അപ്പാർട്ട്മെൻറ്റ് പൊളിക്കണമെന്ന് അപേക്ഷ കൊടുത്തത്. അപ്പോൾ കാർത്തിക് പറഞ്ഞു, അവരെ ഞാൻ ഫോണിൽ വിളിച്ചു, മെയിൽ അയച്ചു, ഒരു റിപ്ലൈ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി കൊടുത്തു. അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, നീ ലോയർ അല്ല, ലോ പഠിച്ചെന്നേ ഉള്ളൂ. നിന്റെ അച്ഛനെ ഓർത്ത് ഞങ്ങൾ ഈ ക്ഷമിക്കുന്നതൊക്കെ. ഇനി അത് പറ്റില്ല. അപ്പോൾ കാർത്തിക് പറഞ്ഞു, ഞാനും അമ്മയും ഒരു ദിവസം കാർ പാർക്കിങ്ങിൽ കൂടി വരുമ്പോൾ കല്ലും മണ്ണും വീണു. ഭാഗ്യത്തിനാ അമ്മയുടെ വേത്ത് വീഴാത്തത്. ഇത് നിങ്ങളുടെ വേത്ത് വീഴുമെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കില്ലേ? അതേ ഞാൻ ചെയ്തുള്ളൂ. അസോസിയേഷൻകാർ എല്ലാവരും അവൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് മാറണം. ഇത് കേട്ടപ്പോൾ അച്ഛൻ കുഴഞ്ഞു വീണു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ കാര്യം അറിഞ്ഞ കാർത്തിക്കിൻ്റെ ചേച്ചി ഓടി വന്നു. ചേച്ചിയെ കല്യാണം കഴിച്ച് വിട്ടത് ഊട്ടിയിലാണ്. ചേച്ചി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവനെ കൊണ്ട് ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്കൊരു സമാധാനമില്ല. ഇനിയും ഇവൻ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തതേ ഉള്ളൂ. ഇത് കേട്ട ചേച്ചി ഉടനെ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, കാർത്തിക്കിനെ ഞാൻ നേരെയാക്കി എടുത്തോളാം. ഞാൻ അവനെ ഊട്ടിയിൽ കൊണ്ടുപോയിക്കോളാം. ചേച്ചി ഊട്ടിയിൽ സ്കൂളിലെ ഒരു ടീച്ചറാണ്. അങ്ങനെ ചേച്ചി കാർത്തിക്കിനെ കൊണ്ട് ഊട്ടിയിൽ പോകുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ നായികയായ അർച്ചനയെ കണ്ടുമുട്ടുന്നു. അർച്ചനയാണെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ്. കാറിൽ നിന്ന് കാർത്തിക് ഇറങ്ങി വന്നപ്പോൾ അർച്ചന കാർത്തിക്കിൻ്റെ ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ അവസാനമായിട്ട് ചിരിക്കുന്ന ഫോട്ടോ എന്ന്. എന്തെന്നാൽ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ കുറേ റൂൾസും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ കാർത്തിക് ഒന്ന് ചിന്തിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് കയറുന്നത്. ചേച്ചിയുടെ ഭർത്താവ് IFS ഓഫീസറാണ്. ചേച്ചിയുടെ അമ്മായച്ഛൻ കളക്ടറും അമ്മായിയമ്മയാണെങ്കിൽ വക്കീലുമാണ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഫാമിലിയാണ് അവരുടേത്. ആ കുടുംബത്തിൽ എല്ലാം സ്ട്രിക്റ്റ് ആണ്. ഫുഡ് കഴിക്കുന്നത് പോലും ടൈം ടേബിൾ വെച്ചാണ്. ഫുഡ് കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. കഴിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ചേച്ചി കാർത്തിക്കിനെ ഊട്ടിയിൽ കൊണ്ടുവന്നത് അവനെ നല്ല വ്യക്തിയാക്കാൻ വേണ്ടിയാണ്. ഊട്ടിയിൽ ചെന്ന കാർത്തിക്കിന് അവരുടെ റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച കാർത്തിക്കിൻ്റെ ചേച്ചി കാർത്തിക്കിനെ ഒരു ജോലി വാങ്ങിച്ച് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അർച്ചനയും ചേച്ചിയും ആലോചിക്കാൻ തുടങ്ങുന്നു.
അർച്ചനയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അടുത്ത ദിവസം അർച്ചന കാർത്തികിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഹെഡിനെ കൊണ്ട് ഇൻ്റർവ്യൂ നടത്തി. ഹോസ്പിറ്റലിൽ ഒരു ബൗൺസർ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. കാർത്തികിൻ്റെ ഹോസ്പിറ്റലിലെ ജോലി അവിടെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവരെ പിടിച്ചു മാറ്റുന്നതാണ്. കാർത്തിക് ജോലിയിൽ കയറിയ ഉടനെ ICUയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളെ കാണുന്നു. ആ ആൾക്ക് 3 മക്കളുണ്ട്. അവർ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് സ്വത്ത് വീതം വയ്ക്കാൻ വേണ്ടിയാണ് അവരുടെ അച്ഛനെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നത്. അതിനാണ് അച്ഛനെ മരിക്കാൻ സമ്മതിക്കാതെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നത്. മക്കൾക്ക് അച്ഛനോടല്ല സ്നേഹം, ആ സ്വത്തിനോടാണ്. ഇത് കാണുന്ന കാർത്തികിന് ദേഷ്യം വരുന്നു. അത് അവരോട് ചെന്ന് ചോദിക്കുന്നു. അങ്ങനെ കാർത്തിക്കും അവരുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിൽ ഹോസ്പിറ്റലിൽ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിലുള്ളവർ അർച്ചനയെ വിളിച്ചിട്ട് ഈ നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം അർച്ചനയുടേതാണെന്ന് പറയുന്നു. മൊത്തം 8 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. അർച്ചനയ്ക്ക് ദേഷ്യം വന്ന് വീട്ടിൽ എല്ലാവരോടും പറയുന്നു. അർച്ചനയുടെ അച്ഛനും കാർത്തികിനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടി അനിയനോടൊന്ന് ക്ഷമിക്കണം, ഇനി ഒരു തെറ്റ് വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. പിറ്റേ ദിവസം ചേച്ചി ജോലി ചെയ്യുന്ന സ്കൂളിൽ കാർത്തികിനെ കൊണ്ടുപോയി അവിടുത്തെ സിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അവിടുത്തെ PT സാറായിട്ട് ജോലി കിട്ടി. അന്നത്തെ ദിവസം തന്നെ PT പീരീഡിൽ ക്ലാസ്സിൽ കുട്ടികൾക്ക് ടീച്ചർ മാത്സ് ക്ലാസ് എടുക്കുന്നു. ഇത് ചോദിച്ചുകൊണ്ട് ടീച്ചറും കാർത്തികും തമ്മിൽ പ്രശ്നമുണ്ടായി. കാർത്തികിൻ്റെ പ്രവൃത്തി കാരണം ടീച്ചർ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഓഫീസിൽ ടീച്ചർ സിസ്റ്ററിനോട് പറഞ്ഞ് കാർത്തിക് ഉള്ളിടത്ത് ഞാൻ ജോലി നോക്കില്ല എന്ന്. ഇതെല്ലാം കണ്ട ചേച്ചി ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ റിസൈൻ ചെയ്യണ്ട, കാർത്തിക് ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നമെല്ലാം അറിഞ്ഞ ചേച്ചിയുടെ അമ്മായിയച്ഛൻ പറഞ്ഞു, ഞാൻ നാളെ കാർത്തികിനെ കളക്ട്രേറ്റിൽ കൊണ്ടുപോകാം, അവിടുത്തെ കഷ്ടപ്പാടുകൾ ഇവനൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെ അടുത്ത ദിവസം കാർത്തികിനെ കളക്ട്രേറ്റിൽ കൊണ്ടുപോയി. എന്നിട്ട് അമ്മായിയച്ഛൻ കാർത്തികിനോട് പറഞ്ഞു, നിനക്കിവിടെ ജോലിയൊന്നുമില്ല, ഒരിടത്ത് ചുമ്മാ ഇരുന്നാൽ മതി, അപ്പോൾ നീ മനസ്സിലാക്കും. അപ്പോഴാണ് അവിടെ ഒരു ബഹളം. കുറേ പേർ കൂടി നിൽക്കുന്നു. കാർത്തികും അമ്മായിയച്ഛനും അവരുടെ അടുത്തേക്ക് നടന്നു. അവർ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നവരാണ്. അവിടെ പുലിയുടെ ശല്യം. പുലി കാരണം ഗ്രാമത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവരുടെ ഗ്രാമത്തിൽ കറണ്ടില്ല. കറണ്ട് ലൈൻ ഇടാനും ഇലക്ട്രിക് കമ്പി വലിച്ചു കെട്ടാനുമാണ് ഇവർ എന്നും കളക്ട്രേറ്റിൽ വരുന്നത്. കളക്ടറാണെങ്കിൽ അവരുടെ അപേക്ഷ കാണാൻ പോലും മനസ്സ് കാണിച്ചില്ല. കളക്ടർ വീട്ടിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് ആ ഗ്രാമത്തിലുള്ളവർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ അപേക്ഷയിൽ ഒപ്പും സീലും വാങ്ങിച്ചു. അങ്ങനെ അവർക്ക് സന്തോഷമായി. കളക്ടർ വീട്ടിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ കാർത്തിക് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഡ്രൈവർ പെട്രോൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ കളക്ടർ ചോദിച്ചു, ഫുൾ ടാങ്ക് അല്ലായിരുന്നോ, പിന്നെ എങ്ങനെയാണ് തീർന്നതെന്ന്. അന്നേരം കാർത്തിക് പറഞ്ഞു, ഗ്രാമത്തിലുള്ളവർക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഐഡിയയും പെട്രോളും കൊടുത്തത് ഞാനാണ്. ഇത് കേട്ടപ്പോൾ കളക്ടറിന് ടെൻഷനായി. വീട്ടിൽ വന്നിട്ട് അമ്മായിയച്ഛൻ ചേച്ചിയോട് പറഞ്ഞു, കാർത്തികിനെ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാൻ. ദേഷ്യം വന്ന അമ്മായിയച്ഛൻ പറഞ്ഞു, കാർത്തികിനും കാർത്തികിൻ്റെ ചേച്ചിയും ഇങ്ങനെയാണ്, നിങ്ങളുടെ വളർത്തുദോഷമാണെന്ന്. ഇത് കേട്ടപ്പോൾ ചേച്ചിക്ക് ദേഷ്യം വന്നു. കാരണം അവരുടെ അച്ഛനെയല്ലേ വളർത്തുദോഷം എന്ന് പറഞ്ഞത്. ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് അങ്കിൾ സോറി പറയണമെന്ന്. ഇത് കേട്ടപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിന് ദേഷ്യം വന്നു. എങ്ങനെയാണ് നീ എൻ്റെ അച്ഛനെ സോറി പറയാൻ പറയുന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്കിൾ എൻ്റെ അടുത്ത് സോറി പറയണമെന്നും. ഇത് കേട്ട ചേച്ചിയുടെ ഹസ്ബൻഡിന് ദേഷ്യം വന്നു, ചേച്ചിയെ അടിക്കുന്നു. ഇത് കണ്ട കാർത്തിക് ചോദിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്കിളും ഹസ്ബൻഡും എന്നോട് സോറി ചോദിക്കാതെ ഞാനിനി ഈ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് കാർത്തിക്കും ചേച്ചിയും പിള്ളേരെയും കൂട്ടി ഇറങ്ങുന്നു. അങ്ങനെ അവർ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നു. അവിടെ കാർത്തികിൻ്റെ അച്ഛനും അമ്മയും ചെല്ലുന്നു. എന്നിട്ട് കാർത്തികിനെ വഴക്ക് പറയുന്നു, നീ നിൻ്റെ ചേച്ചിയുടെ ജീവിതം കളഞ്ഞല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, കാർത്തികിനെ വഴക്ക് പറയണ്ട, ഞാൻ സ്വയം തീരുമാനിച്ചാണ് ഇറങ്ങി വന്നത്. അവർ അച്ഛനെയാണ് കുറ്റപ്പെടുത്തിയത്, അതുകൊണ്ട് എന്നോട് സോറി ചോദിക്കാതെ ഞാൻ ആ വീട്ടിലേക്കില്ല. അടുത്ത ദിവസം കാർത്തികിൻ്റെ അച്ഛൻ ചേച്ചിയുടെ മരുമകനെ കണ്ട് സോറി പറഞ്ഞ് മകളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയാൻ ചെന്നപ്പോൾ മരുമകൻ ചേച്ചിയുടെ അച്ഛനെ അപമാനിച്ചു ഇറക്കി വിട്ടു. അച്ഛന് വിഷമം സഹിക്കാനാകാതെ ബാറിൽ ചെന്ന് മദ്യപിക്കാൻ തുടങ്ങി. അച്ഛൻ ഇതുവരെ വീട്ടിൽ വന്നില്ലെന്ന് കാർത്തിക് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അച്ഛൻ ബാറിൽ ഇരുന്ന് മദ്യപിക്കുന്നു എന്ന് കണ്ടെത്തിയത്.
കാർത്തിക് ഇത് എന്ത് സ്വഭാവമാണെന്ന് അച്ഛാ എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം. ഇതറിഞ്ഞ കാർത്തിക്കിന് ദേഷ്യം വന്നിട്ട് ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാർത്തിക്കിൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ഞങ്ങളുടെ മകനല്ല, നീ ഞങ്ങളുടെ മകനായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം നിനക്ക് വന്നേനെന്ന്. അങ്ങനെ പറഞ്ഞ് അച്ഛൻ ട്വിസ്റ്റ് പൊട്ടിക്കുന്നു. നിന്റെ അമ്മ രണ്ടാമത് ഗർഭിണിയായിരുന്നു. പ്രസവിക്കുമ്പോൾ കുഞ്ഞ് മരിച്ചു. നിന്റെ ചേച്ചിക്ക് ഒരു അനിയനെ വേണമായിരുന്നു. ഈ കാര്യം അവൾ തളർന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, അനിയന് വയ്യാത്തത് കൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുക. കുറച്ച് ദിവസത്തേക്ക് അനിയനെ കാണാൻ പറ്റില്ലെന്ന്. 3 മാസം കഴിഞ്ഞപ്പോൾ നിന്നെ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത്. അങ്ങനെ ഞങ്ങൾ നിന്നെ സ്വന്തം മകനെ പോലെ നോക്കാൻ തുടങ്ങി. നിന്റെ ചേച്ചിക്ക് നിന്നെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എന്നാൽ ഇതുവരെ നിന്റെ ചേച്ചിക്ക് നിന്നെ ദത്തെടുത്തതാണെന്നറിയത്തില്ല. കാർത്തിക് ഇതെല്ലാം കേട്ട് ഷോക്കാകുന്നു. കാർത്തിക് തീരുമാനമെടുക്കുന്നു ചേച്ചിക്ക് വേണ്ടി കുടുംബം ഒന്നിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി കാർത്തിക് അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കാർത്തിക് മാപ്പ് ചോദിച്ചു. പക്ഷേ ചേച്ചിയുടെ അമ്മായച്ഛൻ കാർത്തിക്കിനെ അപമാനിച്ചിറക്കി വിടുന്നു. സങ്കടത്തിൽ കാർത്തിക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചേച്ചിയുടെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നു. കാർത്തിക് കുട്ടികളോട് ചോദിച്ചു എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ അമ്മയോട് ചോദിച്ചു. കാർത്തിക് മാമൻ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ പ്രശ്നങ്ങളെല്ലാം. മാമൻ എപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന്. അതിന് അമ്മ അടിച്ചെന്ന് കുട്ടികൾ പറഞ്ഞു. കാർത്തിക് ചോദിച്ചു, എന്താ ഇത് ചേച്ചി? അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആരും നിന്നെ ഒന്നും പറയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാർത്തിക്കിന് സന്തോഷമായി. ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. സ്കൂളിൽ ആനുവൽ ഡേ വരുന്നു. ഇതറിഞ്ഞ കാർത്തിക് കുട്ടികളെ കൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ കൊണ്ടുപോയി. കുട്ടികൾ അച്ഛനോട് ചോദിച്ചു, നാളെ ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അച്ഛൻ വരില്ലേ എന്ന്. അപ്പോൾ കുട്ടികളുടെ അച്ഛൻ സമ്മതിക്കുന്നു വരാമെന്ന്. ആനുവൽ ഡേ അന്ന് കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ ടോപ്പിക്ക് ഫാമിലിയെക്കുറിച്ചായിരുന്നു. അങ്ങനെ ചേച്ചിയും ഹസ്ബൻഡും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് സങ്കടമാകുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഹസ്ബൻഡ് ചേച്ചിയോട് മാപ്പ് ചോദിച്ചു അവർ ഒന്നിക്കുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ കയറുവാൻ കളക്ടർ സമ്മതിച്ചില്ല. പുള്ളിക്ക് ഈഗോയായിരുന്നു. ഇത് കണ്ടു നിന്ന ഹസ്ബൻഡിന് ദേഷ്യം വന്ന് അച്ഛനോട് എതിർക്കുന്നു. അങ്ങനെ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും വീട് വിട്ട് ഇറങ്ങുന്നു. അങ്ങനെ അവർ കാർത്തിക്കിൻ്റെ വീട്ടിൽ ഒരുമിക്കുന്നു. അപ്പോഴാണ് അർച്ചനയ്ക്ക് ആലോചന വരുന്നത്. അത് അർച്ചന താല്പര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അടിയിടുന്നു. അങ്ങനെ അർച്ചനയും വീട് വിട്ട് ഇറങ്ങി കാർത്തിക്കിൻ്റെ വീട്ടിൽ ചേച്ചിയുടെ കുടുംബമായി ഒന്നിക്കുന്നു. അന്ന് തന്നെ കളക്ടറും ഭാര്യയുമായി വഴക്കാവുന്നു. അങ്ങനെ ഭാര്യയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ കാർത്തിക്കിൻ്റെ വീട്ടിൽ എല്ലാവരും ഒന്നിക്കുന്നു. കളക്ടർ മാത്രമുള്ളൂ പിണക്കം മാറാനായിട്ട്. കളക്ടറിനെ എങ്ങനെയും ഒന്നിപ്പിക്കണമെന്ന് വിചാരിച്ച് കാർത്തിക് ഒരു വീഡിയോ ചെയ്യുന്നു. ഒരു ഗ്രാമത്തിൽ ഇലക്ട്രിക് കമ്പി ഇട്ട് കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അത്. അങ്ങനെ ആ വീഡിയോ കളക്ടറിനെ കുറിച്ച് നല്ല കാര്യങ്ങളായിരുന്നു. ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അങ്ങനെ കളക്ടറിന് പ്രൊമോഷൻ കിട്ടാനിരുന്നപ്പോഴാണ് ഒരു പ്രസ് മീറ്റ് നടന്നത്. അതിൽ ഒരു മീഡിയക്കാരൻ ചോദിച്ച്, കാർത്തിക് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വൈറലാക്കിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ കിട്ടുന്നതെന്ന്. ദേഷ്യം വന്ന കളക്ടർ എനിക്ക് പ്രൊമോഷൻ വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. കാർത്തിക് കളക്ടറിൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്നു. കളക്ടർ അതിന് തയ്യാറാകുന്നില്ല. കാർത്തിക് കെഞ്ചി ചോദിച്ചിട്ടും സമ്മതിച്ചില്ല. അന്നേരം ഒരു കൂട്ടം ആളുകൾ വന്ന് കളക്ടറിനെ തട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ട കാർത്തിക് ഫോളോ ചെയ്തു പോയി അവിടെയുള്ള ആളുകളെ അടിച്ചിട്ട് കളക്ടറിനെ രക്ഷിക്കുന്നു. അന്നേരവും കാർത്തിക് മാപ്പ് ചോദിച്ചപ്പോൾ കളക്ടർ മൈൻഡ് ചെയ്യാതെ പോയി. അടുത്ത ദിവസം കാർത്തിക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തികിൻ്റെ അച്ഛൻ പറഞ്ഞു, നീ തോറ്റില്ല, നീ ജയിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ആ കളക്ടർ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് മാപ്പ് ചോദിച്ചു. നിന്നെയും നിൻ്റെ ചേച്ചിയെയും ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയതെന്ന് പറഞ്ഞു. അയാളുടെ ഈഗോയാണ് ഇത്രയും ദിവസത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പിന്നെ അർച്ചനയെ നിന്നെ കല്യാണം കഴിപ്പിച്ച് തരാമെന്നും സമ്മതിച്ചു. അങ്ങനെ കാർത്തികിൻ്റെയും അർച്ചനയുടെയും കല്യാണം എല്ലാവരുടെയും സമ്മതത്തോടെയും സന്തോഷത്തോടെയും നടന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ സിനിമ തീർന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.